നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ലോക പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് നടത്തേണ്ട ഒരു പരിപാടി ഇന്ന് രാജ്ഭവനിൽ നിന്ന് മാറ്റി. കാരണം മറ്റൊന്നുമല്ല, ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി വിളക്കു കൊളുത്തി പ്രാർത്ഥിക്കണമെന്ന ഗവർണറുടെ നിലപാടിനെതിരെയാണ് സർക്കാർ ഈ പരിപാടി അവിടെ നിന്ന് മാറ്റിയത്. ഗവർണർ രാജ്ഭവനെ കാവ്യവൽക്കരിക്കുന്നു എന്ന ആരോപണം ഒരു വശത്ത് ഉയരുകയാണ്. എന്നാൽ ഇതിൽ അത്ര വലിയ പ്രശ്നമില്ല, രാജ്ഭവനിലെ പരിപാടികൾ തീരുമാനിക്കേണ്ടത് രാജ്ഭവനാണ് എന്ന് ഗവർണറും വ്യക്തമാക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ വിവാദം മുറുകുകയാണ്. ഈ വിവാദം വേണ്ടതായിരുന്നോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ സൂഫിയാണ്. വെള്ളമുണ്ടയിൽ നിന്നാണ് സൂഫി വിളിക്കുന്നത്. സൂഫി, ഇത് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന പരിപാടി അത് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടി അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. അത്തരമൊരു വിവാദം ഈ നാടിന് ആവശ്യമായിരുന്നോ? എന്താണ്? ശ്രീ കുഞ്ഞഹമ്മദ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്, കോഴിക്കോട്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം, കേൾക്കുന്നു. നമസ്കാരം. എനിക്ക് പറയാനുള്ള ഉത്തരവാദിത്തപ്പെട്ട CPIM പാർട്ടി മെമ്പറാ. എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, ഒരു സംഘടനയോടും ഒരു പുഷ്പാർച്ചന നടത്തുവാനുള്ള ആർജവമുള്ള ഒറ്റ മന്ത്രിമാരും കേരളത്തിലെ മന്ത്രിസഭയിലില്ല. ഉണ്ടെങ്കിൽ 24 മണിക്കൂറിൽ വിശദീകരണം ചോദിക്കുക ഒഴിവാക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്നാൽ, ഈ ആദ്യം കോൺഗ്രസ്സുകാർ പോയി ചെയ്യേണ്ടത് ശശി തരൂരിനോട് ക്ലാസ് എടുത്ത് കൊടുക്കില്ല. മാസത്തിൽ 3-4 പ്രാവശ്യം മോഡിയിൽ ഇങ്ങനെ പോറ്റിക്കൊണ്ടിരിക്കുക ഈ ശശി തരൂർ. ഇതുവരെ ഒരു കോൺഗ്രസ്സുകാരന് ശശി തരൂരിനോട് വിശദീകരണം ചോദിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ മോദിയെ പുകഴ്ത്തിയത് മോഡിയെ ഇന്നലെയും പോത്തിക്ക്. ഇന്നലെയും പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ഇന്നലെ വാഷിംഗ്ടൺ മോഡി ശശി തരൂർ പറഞ്ഞേ. അപ്പൊ ശാരദ കേട്ടില്ല? അല്ല, അത് ഞാൻ കേട്ടു. അല്ല, ഞാൻ വെച്ചു മോദി സ്തുതി എന്ന രാഹുലിനെ തള്ളിപ്പറയുകയാണ് ചെയ്തത് അല്ലേ? അത് തന്നെ. ഇയാളെ വെച്ച് കോൺഗ്രസിനെ കുത്തിരിപ്പിക്കുക. എന്താ അവര് മനസ്സിലാക്കി? അല്ല, പക്ഷെ ശശി തരൂർ ഒരു ഡെലിഗേഷന്റെ ഭാഗമായി പോയതല്ലേ? അപ്പൊ അദ്ദേഹത്തിന് രാജ്യത്തിന്റെ പൊതു നിലപാടിനോട് അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടിനോട് ഐക്യദാർഢ്യമുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം ആ തർക്കവുമായി പോയ അല്ലെങ്കിൽ ആ ദൗത്യവുമായി പോയത്. സർക്കാരിന് ഈ ബാക്കിയെല്ലാവരും പോയിക്കില്ലേ? ഒന്നെങ്ങനെ മോഡിയിലെ പോയെത്തിക്കോ. ഇത്ര ആള് പോയിക്ക്. വെറും ശശി തരൂർ മാത്രമല്ല പോയി, സുപ്രിയാസന പോയിക്ക്, ആ കാരെല്ലാം പോയി ഒന്നിങ്ങനെ പോറ്റിക്കൊണ്ടിരിക്കുക. ഗവൺമെന്റ് ഏൽപ്പിച്ച പണി ഉത്തരവാദിത്തോടെ നിറവേറ്റി മടങ്ങി വരിക. ഗവൺമെന്റ് ചെയ്യുന്ന നടപടികളെ വിശദമായിട്ട് വിമർശിക്കാൻ ആർക്കും അധികാരമുണ്ട്? മോഡി അതല്ല, ശശി തരൂർ അതല്ല ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെ പോറ്റിക്കൊണ്ടിരിക്കുക മോഡിനെ. കോൺഗ്രസിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായ നടപടിയല്ലേ? അതായിരിക്കും അറിയാനുണ്ട്. കോൺഗ്രസ്സുകാരെ ഇവിടെ എല്ലാ കോൺഗ്രസ്സുകാരും വിസ്തീർണം ഇന്ന് ഈ വേദി പറയണം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എൻ്റെ അടുത്ത പ്രേക്ഷകൻ ദിവാകരൻ. ശ്രീ ദിവാകരൻ, ഇന്നത്തെ ഈ വിവാദം കേട്ടപ്പോൾ ശ്രീ ദിവാകരന് എന്ത് തോന്നി? ഈ ഭാരതാംബ എന്നത് നമ്മുടെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഉയർന്നു വന്നൊരു ആശയമാണ്. അത് പലതരത്തിലാണ് ഭാരതാംബയെ ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഈയൊരു ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അത് പാടില്ല എന്ന് പറയുമ്പോൾ താങ്കൾ എവിടെ നിൽക്കും? അത് സാറേ, അതായത് പിന്നെ ഇന്ത്യയിലെ മൊത്തം ജനങ്ങള് ഭാരതാംബ ഒരു പാർട്ടി, അതേപോലെ ഒരു ദൈവത്തിന്റെ ഒരു എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുന്ന അത് പാർട്ടി ബേസ് അല്ല, എല്ലാവർക്കും ഉള്ളതാ അത്. ഞാൻ എപ്പോഴും പറയുന്നത് 1 region 1 caste 1 code, അതായത് മതേതര രാഷ്ട്ര. പിന്നെ നേരത്തെ ശശി തരൂരിന്റെ അയാൾ പറഞ്ഞത്, ഇപ്പം ഒരു കോളർ പറഞ്ഞത് കുറെ ശരിയുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞാല് ഉപ്പും ചോറും ഒരു യൂണിറ്റി സ്ട്രെങ്ത് കോൺഗ്രസ് പെർമിഷൻ രാജ്യത്തിന് വേണ്ടിയിട്ട് ഔട്ട് ഓഫ് കൺട്രിയിലെല്ലാം പോയി നല്ലതാ. പക്ഷെ പെർമിഷൻ എടുക്കണ്ടേ? ഈ കാൻഡിഡേറ്റ് ആയിട്ട് കോൺഗ്രസിന്റെ മത്സരിച്ചിട്ട് കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ, അതായത് പിന്നെ ഇന്ത്യ പടുത്തുയർത്തിയ ഒരു ഇതല്ലേ ശക്തമായിട്ടുള്ള ഒരു കോൺഗ്രസ് എന്ന് പറഞ്ഞാല്, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള ഇന്ത്യ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനല്ലേ കോൺഗ്രസിന്റെ. എത്ര മഹാരഥന്മാർ കഠിന പ്രയത്നത്തിലാ. അപ്പൊ ഇദ്ദേഹം ഇതിൽ നിന്ന് കഴിഞ്ഞ് അതിൽ പോകുമ്പോ ഒരു പെർമിഷൻ എടുക്കണ്ടേ? അതായത് അങ്ങനെയല്ല, യൂണിറ്റി സ്ട്രെങ്ത് ആകില്ല. ഇനി കോൺഗ്രസിന് നല്ലൊരു പിന്നെ ബ്രൈറ്റ് ആകുകയും ചെയ്യും. അദ്ദേഹം പറഞ്ഞത് 100 on 100 ഓക്കെയാ.
ഏതായാലും ശരി, അല്ല നമ്മൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും ആ വിഷയത്തിലേക്ക് പോകുന്നതാണ്. ഓക്കെ, ശരി, അതല്ല നമ്മുടെ വിഷയം. ശരി, മോഹൻദാസ്, ശ്രീ മോഹൻദാസ്. യെസ്, നമസ്കാരം. സ്നേഹത്തിൽ പൊതിഞ്ഞ നമസ്കാരം. ആരും പറയാത്ത വാക്കാണത്. ഇരിക്കട്ടെ. അപ്പോ വിഷയത്തിലേക്ക് പറയാം. ഈ ലോക പരിസ്ഥിതി ദിനം കേരളത്തിൽ മാത്രം ലോക വിവാദ ദിനമാക്കി മാറ്റി. അതിപ്പോ ഇത് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വേഗം ബ്രീഫ് ചെയ്യാട്ടോ, കാരണം ഒരുപാട് ആൾ നിൽക്കുന്നുണ്ടാവും. നമ്മുടെ അടുത്തുള്ളൊരു വേലയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് ആനപ്പുറത്തുള്ള തെടമ്പില് മറ്റേ കോൺഗ്രസിന്റെ ഇത് വരുന്ന കളർ വരുന്ന മറ്റേ മാല ഇട്ടു പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായി. അതിനെ അവിടുന്ന് അഴിപ്പിച്ചു. എന്നിട്ട് അന്ന് മറ്റേ തുളസിമാല ഇട്ടിട്ടാണ് അന്ന് ഇത് നടത്തിയത്. അത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുന്നുള്ളപ്പോ ഊഹിക്കാമല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ബിനോയ് വിശ്വം അത്ര കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഭാരതാംബകൾ അവിടെ ഉള്ളത് തന്നെയാണ്. അവർ സെൻട്രൽ ഹാളിൽ മാറ്റപ്പോ എന്തിനിപ്പോ ഈ പ്രസാദ് ഇങ്ങനെ ഒരു ഇത് ഇട്ടത്? അപ്പൊ ഈ ഇലക്ഷനോടനുബന്ധിച്ചിട്ടുള്ള എന്തൊരു ദുഷ്ടലാക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയൊന്നല്ല അത്. അതാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, ഏതായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. സർക്കാർ പക്ഷേ ഈ നിലപാടിനോട് യോജിക്കുന്നില്ല. ഇപ്പോൾ എം.വി. ഗോവിന്ദൻ്റെ ഒരു പ്രതികരണം വന്നത് ഭാരതാംബ വിവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. ഇത് അപകടകരമായ സൂചനയാണെന്നും തെറ്റായ സമീപനമാണെന്നും ഗവർണർ നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് എം.വി. ഗോവിന്ദൻ പറയുന്നത്. കാവ്യവൽക്കരിക്കാൻ ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. സുനിൽ എന്നോടൊപ്പം ചേരുന്നു, ഒറ്റപ്പാലത്ത് നിന്നാണ്. സുനിൽ, നമസ്കാരം. നമസ്കാരം. കേൾക്കുന്നുണ്ട്. ഈ വിവാദങ്ങൾ അനിവാര്യമായിരുന്നോ അനാവശ്യമായിരുന്നോ? ഇത് തികച്ചും അനാവശ്യമായിട്ടുള്ള ഒരു വിവാദമായിരുന്നു. ഇപ്പൊ അങ്ങ് കഴിഞ്ഞ മോഹൻദാസിനോട് പറഞ്ഞതുപോലെ തന്നെ ലോക പരിസ്ഥിതി ദിനത്തിന് ഇത്രയൊന്നും വലിയൊരു വിവാദമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാല് ഇത് വല്ല ജിന്നയുടെ പേരിലോ ചെഗുവേരയുടെ പേരിലോ ഒക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരൊക്കെ ഓടിപ്പോയി മാലിടാൻ പോയാല്. ശരിയല്ലേ? അതെനിക്കറിയില്ല, അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യമായിട്ടുള്ള വിവാദമായി പോയി. അത് പ്രത്യേകിച്ചും പറ്റിയൊക്കെ ഉള്ള ഒരു വിവാദം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേറെയൊക്കെ കടന്ന് ഇതാക്കാനുള്ള ധൈര്യം ഈ രാഷ്ട്രീയക്കാർക്ക് എവിടുന്നാണെന്ന് ആലോചിക്കേണ്ടത്. അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, യൂസ് ട്രൈ കളർ ഫ്ലാഗ് ഇൻ ഭാരതാംബ ഇമേജ്, ദാറ്റ് ഇസ് ഇന്ത്യാസ് ഫ്ലാഗ് എന്ന് ഷിജു എന്നോട് പറയുന്നു. ഓക്കെ, അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, നമസ്കാരം മനു എന്ന് പറയുന്നുണ്ട്. അരുന്ധതിക്കും എൻ്റെ നമസ്കാരം. ജയകുമാറും എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ദാസൻ കണ്ണൂരിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ ദാസൻ, രാജ്ഭവനിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് എങ്ങനെ വേണം, അതിൻ്റെ രീതി എന്തായിരിക്കണം തീരുമാനിക്കേണ്ട അവകാശം രാജ്ഭവനാണ് എന്ന് ഗവർണർ പറയുന്നു. ഇതാണ് ഇവിടുത്തെ രീതി, സെൻട്രൽ ഹാളിലെ ചിത്രം മാറ്റില്ല എന്ന് ഗവർണർ പറയുന്നു, മാറ്റണം എന്ന് സർക്കാർ പറയുന്നു. അങ്ങനെയെങ്കിൽ പരിപാടി മാറ്റുന്നു. ഇതൊക്കെ ശ്രീ ദാസന് നൽകുന്ന സൂചന എന്താണ്? അല്ല, ഒരു പൊതുപരിപാടിയിൽ ഈ ഇതിന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് പറയാം. ഞങ്ങൾക്ക് ഇനി പറയാനുള്ളത്, നമ്മുടെ ഈ ബസ്സിലും ഹോട്ടലൊക്കെ കാണുന്ന പോലെ ഈ 3 മതത്തിന്റെയോ യേശു ക്രിസ്തുവോ മുത്തപ്പനോ മക്കപ്പള്ളിയോ ഇങ്ങനെ 3 ഒന്നിച്ചുള്ള ഒരു വലിയ ഫോട്ടോ വാങ്ങി വെക്കുക ഈ പരിപാടിക്ക്. ഇതെന്തൊരു നമ്മുടെ നാട്ടിന്റെ അവസ്ഥ പേടിയാണ് നമുക്ക്. എന്തെന്നാ ഈ തൊട്ടതിനും തൊടുന്നതിനും ഒക്കെ ഇനി അഥവാ ഈ ഭാരതാംബേനെ ഫോട്ടോ പോലായിട്ട് ശരിക്കും ഓർമ്മയില്ല. ഇനി പതാക വെച്ചാത്തിന് എന്താ ഇവിടെ ഈ ലോകം അട്ടി പറയാൻ പോകുന്നുണ്ടോ? ഇതൊക്കെ വെറും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ നാട്ടിൽ കുറച്ച് കാലങ്ങളായിട്ട് എന്തൊക്കെയോ മനുഷ്യന്മാർ തലയിൽ എന്തെല്ലോ ആയിപ്പോയി. ഇതെന്താ എവിടത്തെ അവസാനിക്കും പറയാൻ പറ്റില്ല. ഇത് നമുക്ക് പേടിയാവാമല്ലോ. ഇത് വലിയ വിഷമായി കാണുമ്പോൾ. എന്നാ പറയേണ്ട കൂടുതലൊന്നും പറയാനില്ല. ശരി, വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ നിലമ്പൂരിൽ നിന്ന് രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ് അവിടെ തെരഞ്ഞെടുപ്പ് ചൂടിലൊക്കെ ആയിരിക്കും. എങ്കിലും നമ്മുടെ വിഷയം ഇന്ന് ഒരു അല്പം വ്യത്യസ്തമായൊരു വിഷയമാണ്. എങ്കിലും ഇതിനൊരു രാഷ്ട്രീയമുണ്ട് താനും. രാജേഷിന് എന്ത് തോന്നുന്നു? ഈ വിവാദം എവിടെ ചെന്ന് അവസാനിക്കും? അല്ലെങ്കിൽ ആർക്ക് കൂടുതൽ പിന്തുണ ലഭിക്കും? ഇത് പിന്തുണയുടെ ഒരു കാര്യമല്ല ഇതിലുള്ളത്. നമ്മള് ഒരു ഇന്ത്യൻ പൗരൻ, നമ്മൾ ഭരണഘടന നമുക്ക് വ്യക്തമായിട്ട് നമുക്കുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷെ അതിന് ആ ഭരണഘടനയെ പോലും അല്ലെങ്കിൽ അതിന് മേലെ ഡെമോക്രസിന്റെ വാള് പോലെ നിൽക്കുന്ന രീതിയിലാണ് ഇന്നത്തെ കാവ്യ രാഷ്ട്രീയം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എവിടെയൊക്കെ കാവ്യവൽക്കരിക്കാം അല്ലെങ്കിൽ എവിടെയൊക്കെ മതത്തിനെ കുത്തിക്കയറ്റാം എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു ഗവൺമെന്റ് പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് തലത്തിലുള്ളതാണ്. അത് എല്ലാ മതസ്ഥരും മതമില്ലാത്തവരും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഇത് മതത്തിന്റെ ഒരു ചിഹ്നമാണോ രാജേഷേ? ഇത് മതത്തിന്റെ ഒരു ചിഹ്നമാണോ?
അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. മതത്തിന്റെ ചിഹ്നം അല്ലെങ്കിൽ ഇതൊരു ഗവൺമെന്റിനുമായി ബന്ധപ്പെടുന്ന ഒരു ചിഹ്നമല്ലല്ലോ. അപ്പോ ഈ ഒരു രീതിയിലേക്കാണല്ലോ ഇപ്പൊ അതിനെ BJP ചിത്രീകരിച്ചു തുടങ്ങുന്നത്. അതൊരു മതത്തിന്റെ അടിസ്ഥാനത്തിലേക്കാണല്ലോ ഇതിനെ കൊണ്ടുപോകുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷെ അതൊരിക്കലും അത് നമ്മുടെ രാജ്യത്ത് അത് നടപ്പാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അത്തരം രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. നമ്മൾ ഒരു ഗവൺമെന്റ് പരിപാടി അല്ലെങ്കിൽ ഒരു ഭരണഘടനയിൽ ഊന്നിയുള്ള ഒരു കാര്യമാകുമ്പോൾ അത്തരം ഒരു പൊതുചടങ്ങിൽ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളും ചിത്രങ്ങളും വെക്കേണ്ട ആവശ്യകത ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. യെസ്, ശശിധരൻ വയലാർ കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശശിധരൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ടെലിഫോൺ കേൾക്കാം. ഈ ചിത്രം മാറ്റാൻ പനിയൊക്കെ മാറി സുഖമായോ? പനി മാറി എന്ന് പറയാം. സുഖമായി. ഈ വിഷയത്തിൽ പറയുമ്പോഴേ അല്പം മുമ്പ് ആമയിഴഞ്ചാം തോട് ഒരു ചാനലുകാർ കാണിച്ചായിരുന്നു. ഒരു വർഷം മുമ്പ് ഒരാളുടെ ജീവനെടുത്തതാണ് ആമയിഴഞ്ചാം തോട്, ഓർമ്മയുണ്ടല്ലോ? അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ മനു നമുക്ക് സത്യത്തിന് അതിശയം തോന്നുന്നു. അന്ന് വേണ്ടൊക്കെ കാണിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞ് വേണ്ടൊക്കെ ചെയ്തായിരുന്നു. കണ്ടായിരുന്ന ആ അവസ്ഥ? നമുക്ക് ഞാൻ നിൽക്കുന്ന ഈ വിഷയത്തിൽ നിന്ന് അങ്ങ് മാറിയെന്ന് തോന്നുന്നു. ഏതായാലും അത് നമുക്ക് മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ്, നമസ്കാരം സാറേ. നമസ്കാരം. അതിപ്പോ മന്ത്രി അവിടുന്ന് സ്ഥലം മാറ്റി സെക്രട്ടേറിയറ്റിനുള്ളിൽ അവിടുത്തെ ആക്കിയിരിക്കണേ. പല മൺമറിഞ്ഞു പോയ പല രാഷ്ട്ര നേതാക്കളും ഉണ്ട്. അവരെല്ലാം ഫോട്ടോ പതിക്കുകയാണ്. അതൊന്ന് ആദരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഏറ്റവും നന്നായിരുന്നു. ഇതിപ്പോ അതൊന്നുമില്ല. ഇത് ഭാരതത്തിന്റെ ഫോട്ടോ ആണ്. എല്ലാവർക്കും ഇപ്പൊ മുൻ ആള് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ അത് ഇഷ്ടമായി എന്ന് വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇഷ്ടമായില്ല ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഭാരതാംബയുടെ ആ ചിത്രം അങ്ങേക്ക് ഇഷ്ടമായില്ലെന്നാണ് അങ്ങ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടമല്ലാത്തവരുണ്ട്. ഇഷ്ടമല്ലാത്തവരുണ്ട് സാറേ. ശരി, ഓക്കെ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ വിജയൻ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. ശ്രീ വിജയൻ, എല്ലാവരുടെയും താല്പര്യം നോക്കിയാൽ അങ്ങനെ ആ ചിത്രം ഇഷ്ടപ്പെടാത്തവരുമുണ്ട് എന്ന് പറയുന്നുണ്ട്. ശ്രീ വിജയൻ എന്ത് തോന്നുന്നു? നമസ്കാരം. ഭാരതാംബയുടെ ചിത്രം വെക്കാതെ പിന്നെ നമ്മൾ വേറെ ആരുടെ ചിത്രമാണ് സാറേ വെക്കുന്നത്? ഭാരതാംബയുടെ ചിത്രമല്ലേ വെക്കേണ്ടത്. അതിന് ഗവർണർ ഭരിക്കുന്ന സ്ഥാനത്തല്ലേ വെച്ചിരുന്നത്. അതിനകത്ത് എന്താ തെറ്റ്? അത് ആർക്കാ തെറ്റായിട്ട് തോന്നുന്നു? ഇവർക്കൊക്കെ ഹമാസിന്റെ തലവൻ അദ്ദേഹത്തിന്റെ ആ തീവ്രവാദിയുടെ ഇതൊക്കെ കൊണ്ട് ഫോട്ടോയും ഇതൊക്കെ പിടിച്ചു ഉത്സവസ്ഥലങ്ങളിലും കടക്കൽ ക്ഷേത്രത്തിലും ഒക്കെ എന്തെല്ലാം നൃത്യങ്ങളും പാട്ടുകളും ഡാൻസുകളും കാണിച്ചിട്ട് ഈ സഖാക്കന്മാര് ഈ മന്ത്രിക്കും ഒന്നും ഒരു വിഷമവും തോന്നിയില്ലല്ലോ സാറേ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം കാറ്റ് കിറ്റ് സിംഗപ്പൂരിൽ നിന്ന് ചേർന്നിട്ടുണ്ട്. നമസ്കാരം കാറ്റ് കിറ്റിന്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ സുനിൽ കുമാർ എറണാകുളത്ത് നിന്നാണ് അല്ലേ? സുനിൽ. ഹലോ. യെസ്, ശ്രീ സുനിൽ കുമാറിന് ഈ വിവാദങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? രാജ്ഭവനിൽ ഒരു ചിത്രം വയ്ക്കുന്നു, അതിനപ്പുറത്തേക്ക് നോക്കിക്കാണുന്ന ഒരു സർക്കാർ ഗവർണർ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണോ സുനിൽകുമാർ? അതിനകത്ത് അത്രയും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളിപ്പോ ഒരു ക്ഷേത്രം പരിപാവനവും പരിശുദ്ധമായ സ്ഥലത്ത് കാണിച്ചത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കടക്കൽ ക്ഷേത്രത്തിൽ സംഭവിച്ചത് കണ്ടതാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു റൂമിനകത്ത് വെച്ചിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിലെ ഇത്രയും വിമർശിക്കേണ്ട ആവശ്യം അതിനകത്തുണ്ടെന്ന് തോന്നുന്നില്ല. അത് RSS ഭാരതാംബയാണെന്നാണ് അവരുടെ ഒരു. ഭാരതാംബ RSSന്റെ മാത്രമാണോ? നമ്മളിപ്പോ അല്ലെങ്കിൽ ഈ അതായത് നമ്മുടെ ഇന്ത്യയുടെ ചിത്രം എന്നത് ഇന്ത്യക്കൊരു ഭൂപടമുണ്ടല്ലോ. അപ്പൊ ഇത് അഖണ്ഡ ഭാരതത്തിന്റെ ചിത്രമാണല്ലോ. അപ്പൊ ഇത് ഇന്ത്യയുടെ ഭൂപടമല്ല എന്ന തരത്തിലൊക്കെയാണ് പറഞ്ഞത്. അത് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴല്ലേ അത് ഭാരതാംബയുടെ ചിത്രം RSSന്റേതാകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പറയാനാണെങ്കിൽ ഇപ്പോ മഹാദേവൻ ആരുടേതായിട്ട് വരും? വിഷ്ണുദേവൻ ആരുടേതായിട്ട് വരും? അത് ഒരു ജാതിയോ മതമോ നോക്കിയിട്ടാണോ നമ്മൾ ഈ ഹിന്ദുമത ആചാരപ്രകാരം നമ്മൾ ഈ കാര്യങ്ങൾ നടത്തുമ്പോൾ അത് വിശ്വാസത്തിന്റെ മാത്രം ഒരു പ്രതീകമാണ്. അത് RSS എന്ന് പറയുന്ന ഒരു സംഘടന ഭക്തിപരമായും വിശ്വാസപരമായും എടുത്തു പോകുന്ന ഒരു കാര്യത്തിൽ അവർ ഭാരതാംബയുടെ ചിത്രം വെച്ചിരിക്കുന്നു. അതിൽ നമ്മൾ ഇത്ര ആശ്ചര്യപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, അജയ് കുമാർ കൂടി എന്നോടൊപ്പം ചേരുകയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ് കുമാർ,
ഒരു ഇടവേളയ്ക്ക് മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട്, സർക്കാരും ഗവർണറും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ തെരുവ് യുദ്ധം പോലെ അത് അങ്ങ് നീങ്ങുകയും ചെയ്തു. പക്ഷേ പുതിയ ഗവർണർ വന്നപ്പോൾ ഐക്യത്തോടെ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇത് ആ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തും എന്ന് കരുതേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ഭാരതാംബ എന്ന് പറയുന്ന ആ ഒരു ഐഡിയലിന് ഇപ്പം ഹിന്ദു വിശ്വാസത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്, 33 കോടി ദൈവങ്ങളുണ്ട്, അതിനെല്ലാം ക്ഷേത്രങ്ങളും ഉണ്ട്, പൂജാവിധികളും എല്ലാം നടക്കുന്നുണ്ട്. ഭാരതാംബയ്ക്ക് വേണ്ടി ഒരു ക്ഷേത്രമോ എന്തെങ്കിലും പൂജകളോ ഹിന്ദുക്കൾ ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് അറിയാമോ? എന്റെ അറിവിലില്ല. ഭാരതാംബയ്ക്ക് ഒരു ക്ഷേത്രമുണ്ട്. പക്ഷെ അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 1936 അത്തരം ഒരു ക്ഷേത്രം ബനാറസിൽ നിർമ്മിക്കുന്നത്. ശിവപ്രസാദ് ഗുപ്ത ആണ്, ഗാന്ധിയനാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു മഹാത്മാഗാന്ധിജി തന്നെയാണ് ഇത് തുറന്നു കൊടുക്കുകയും ചെയ്തത്. അത് പക്ഷേ ഒരു ക്ഷേത്രം, ഭാരത് മാതാ മന്ദിർ എന്നാണ് പറയുന്നതെങ്കിലും അവിടെ മറ്റ് ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ഇല്ല, എല്ലാവർക്കും വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരിടം എന്ന തരത്തിൽ അവിടെ അഖണ്ഡ ഭാരതത്തിന്റെ ദൃശ്യം മാർബിളിൽ കൊത്തിവെച്ചിരിക്കുന്നു. അതാണ് എൻ്റെ ഒരു അറിവിലുള്ളത്. അതിനുശേഷം വേറെയും വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ആദ്യത്തേത് ഈ ബനാറസിലുള്ള ഈ ശിവപ്രസാദ് ഗുപ്തയുടേതായിരിക്കാം. വന്ദേ മാതരം എന്ന് പറയുന്ന നമ്മളുടെ സോങ്ങിനകത്തിൽ വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ബൗ ടു ദ മദർ, ഞാൻ എൻ്റെ ഭാരതത്തിന്റെ അമ്മയായിട്ട് കണ്ടുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ ഗാനവും കേരളത്തിൽ നിരോധിക്കുമോ? ഇവിടെയാണ് വിഷയം വരുന്നത്. മനസ്സിലായില്ലേ? ഈ പി പ്രസാദ് എന്ന് പറയുന്ന ഒരു മന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ആ വകുപ്പ് മുഴുവൻ കുളമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങേര് ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. അദ്ദേഹം എന്താണ് പറയുന്ന, പാലസ്തീന് വേണ്ടി 24 മണിക്കൂറും കണ്ണീരൊഴുക്കുന്ന ഒരു വ്യക്തിയാണ്. കൃഷിയെ പറ്റി അദ്ദേഹം പഠിക്കാൻ പോയത് ഇസ്രായേലില്ല. ഈ ലോകത്ത് ഇസ്രായേൽ മാത്രമേ ഉള്ളൂ കൃഷിയെ പറ്റി പഠിക്കാൻ. വേറെ ഒരു രാജ്യവും അദ്ദേഹത്തിന് കണ്ടില്ലേ? ആരെങ്കിലും നോട്ട് ചെയ്തോ, ആരെങ്കിലും ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തോ, ഇവിടെ എവിടെയെങ്കിലും ചർച്ച വന്നോ? അപ്പൊ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാൻ വേണ്ടി അവിടെ ചെന്നപ്പോ ഒരു ചിത്രം കണ്ട് പുള്ളി വിചാരിച്ചത് RSSന്റെ എല്ലാ ഗാനങ്ങളിലും ഭാരതാംബയെ വന്ദിക്കാൻ എന്നൊക്കെ പറയേണ്ട ഒരു പാടുന്നുണ്ട്. അതാണെന്ന് കരുതി RSSന്റെ ആണെന്ന് പുള്ളി തെറ്റിദ്ധരിച്ചതാണിത്. ഇത് വന്ദേ മാതരം സോങ് കൂടെ അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടെ നിരോധിക്കണം. അദ്ദേഹം അതിനെതിരെ ഒരു അഭിപ്രായം പറയണം. ഇതിന് മാത്രം പറഞ്ഞാൽ പോരാ. അപ്പം അദ്ദേഹത്തിന്റെ എന്താണ് ആശയ പാപ്പരത്വം, അറിവില്ലായ്മയാണ് ഇത് ഇപ്പൊ ഈ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് സർക്കാരും ഗവർണറുമായിട്ട് ഒരു രീതിയിലും കണക്കാക്കേണ്ട അങ്ങനെ ഒരു വിവാദമായിട്ട് വരുത്തുവിട്ടത്. യെസ്, ഓക്കെ, വ്യക്തമാണ്. ജനാർദ്ദനൻ എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജനാർദ്ദനൻ. ഹലോ. ഇത് വെറുതെ അല്ലാണ്ട് ആക്കിയുള്ളതാണ് അയാള്. അത് അനാവശ്യമായിരുന്നു എന്നാണ് താങ്കളുടെ അഭിപ്രായം? അനാവശ്യമായിരുന്നു, വെറുതെ വിവാദമാക്കി. ഈ രാജ്ഭവൻ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നൊക്കെ ഭയപ്പെടുന്നു എന്നൊക്കെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ഭാരതാംബ ഇത്രല്ലേ, അത് നമുക്ക് എല്ലാവരും ചെയ്യേണ്ടതല്ല. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജിജിക്ക് എനിക്ക് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. ജിജിക്ക് ഗുഡ് ഈവനിങ്. രാഷ്ട്രപിതാവിനെ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ എല്ലാവരും മറന്നു തുടങ്ങി എന്ന് ദിലീപ് കുമാർ ഓർക്കുന്നുണ്ട്. അത് ശരിയാണ്. അല്ല, അങ്ങനെ മറക്കൂ. രാഷ്ട്രപിതാവ് നമ്മുടെ ഹൃദയത്തിലുള്ളതാണ്, നമ്മുടെ ആശയത്തിലുള്ളതാണ്, നമ്മുടെ ചിന്തയിലുള്ളതാണ്. ഗാന്ധിജിയെ ഈ രാജ്യമുള്ളിടത്തോളം കാലം മറക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോൺഗ്രസ്സുകാർക്കും കഴിയില്ല എന്നാണ് ഞാനും ഉറപ്പിക്കുന്നത്. അപ്പോൾ സുനിൽകുമാർ നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമസ്കാരം സുനിൽകുമാർ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോടിനെ കാണാൻ എൻ്റെ വീട് മരം വീണ് തകർന്നു പോയത് അറിഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്നു. ഓ, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട്. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായ ഈ കാറ്റിലും മഴയിലും മരം വീണ് തകർന്നു എന്ന് എന്നോട് പറയുന്നു. എനിക്ക് ഏതായാലും ഞാൻ അറിഞ്ഞില്ല അങ്ങനെ ഒരു വിവരം ഉണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോത്തൻകോട് അദ്ദേഹത്തിന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഏതായാലും അതൊരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിപ്പോയി. സുനിൽകുമാർ പറയുന്നു, ഈ വിവാദം എല്ലാം ഒരു വിവരക്കേടല്ലാതെ ഒന്നും പറയാനില്ല. ഹായ് മനു, നമസ്കാരം എന്ന് എന്നോട് പറയുന്നു സതി ബാബുരാജ്. സതി ബാബുരാജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. സതി ബാബുരാജിനും ഭർത്താവിനും എൻ്റെ നമസ്കാരം. വൈ ആർ ദേ സ്പീക്കിംഗ് ലൈക്ക് ദിസ്? ദിസ് ഇസ് നോട്ട് ഗുഡ് മനു, ബിക്കോസ് ദിസ് ഈസ്
ദ ഗോഡസ് ഓഫ് ഭാരത് അവർ ബിലവേഡ് കൺട്രി എന്നാണ്. ഓക്കെ, ആസാദ് അലി എനിക്ക് 3 സ്മൈലികൾ അയച്ചിട്ടുണ്ട്. PV അൻവറിനാണോ എന്താ PV എന്ന് എഴുതിയിട്ടുണ്ട്, പൊതുവേദി എന്നായിരിക്കും. ഓക്കെ, ഞാൻ വെച്ചു PV അൻവറിനാണ്. ഏതായാലും ആസാദ് അലി എനിക്ക് 3 സ്മൈലികളും അതിനോടൊപ്പം ഈ സ്നേഹത്തിൻ്റെ ചിഹ്നവും അയച്ചിട്ടുണ്ട്, ഹൃദയത്തിൻ്റെ ചിഹ്നം. അപ്പോൾ ആസാദ് അലിക്കും എൻ്റെ 3 ഹൃദയം ഞാൻ അങ്ങോട്ടും തരികയാണ്. ജയകുമാറും ഉണ്ണികൃഷ്ണനെ, അപ്പോൾ ഉണ്ണികൃഷ്ണൻ പൊതുവേദിയിൽ ഇത് പറഞ്ഞിരുന്നു എന്ന് സുനിൽകുമാർ പറയുന്നു. ഓക്കെ, ഏതായാലും ഞാനില്ലാത്ത ദിവസമായിരിക്കും പറഞ്ഞത്. വളരെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ എന്ത് പൊതുവേദിയിലേക്ക് വിളിക്കാത്തത് എന്ന് ഞാനും പലപ്പോഴും ആലോചിക്കായിരുന്നു. ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഈ വിവാദത്തെ ശ്രീ ബാലകൃഷ്ണൻ വടകര കണ്ടു കാണും. അപ്പോൾ ഒരു രാഷ്ട്രീയ ആശയത്തിലേക്ക് മറ്റുള്ളവർ വരണമെന്ന് ഗവർണർ നിർബന്ധം പിടിക്കുന്നതായി തോന്നിയോ, അതോ ഇത് ഒരു അനാവശ്യ വിവാദമായി സർക്കാർ ഇത് ഗവർണർ പോരിലേക്ക് വഴിവെക്കാൻ നടത്തുന്നൊരു നീക്കമായി തോന്നിയോ? എന്താണ് അങ്ങക്ക് ഇതിനെപ്പറ്റി തോന്നുന്നത്? സാർ നമസ്കാരം. നമസ്കാരം. ഈ ഗവർണറുമായിട്ടല്ലേ മുഖ്യമന്ത്രി ഡൽഹി പോയി ചർച്ച നടത്തിയത് സാർ? അപ്പൊ ഇതെന്താ വിഷയം എന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ കാവുകേൽക്കപ്പെടൂലേ? ഇന്ത്യയിൽ 20 സ്റ്റേറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടിയല്ല ഭരിക്കുന്നത്. പിന്നെ ഭാരതാംബയെ രാജ്യത്തിന്റെ നെറുകയിൽ പലയിടത്തും എടുത്ത് കാണിക്കും. അതിനാരും ചൊറിഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഭരണഘടനയിൽ അങ്ങനെയൊന്നും പറയരുതെന്നൊരു വിശ്വാസത്തെ ഒന്നും തള്ളി പറയാനൊന്നും ഭരണഘടന കൊടുക്കുന്നില്ല ആർക്കും. അപ്പൊ അവകാശം കൊടുക്കുന്നില്ല. അപ്പൊ ഇവരെ ചൊറിച്ചിൽ എന്താന്ന് വെച്ചാൽ, ഇവർക്ക് രാഷ്ട്രപതി അത് ഏറ്റുമുട്ട് ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുന്നു എന്നിങ്ങനെ പ്രചരണം നടത്തണം. അപ്പൊ അതുകൊണ്ട് കേരള മുഖ്യമന്ത്രിയോ അല്ലെ കേരളത്തിലെ മന്ത്രിമാരോ പറയുന്നതൊന്നും ഗവർണറോ കേന്ദ്ര ഗവർണറോ വിലക്കെടുക്കാൻ പോകുന്നില്ല. അവരാരെയും ഉമ്മാക്കി കാട്ടി ഭയപ്പെടുത്താൻ അവർ മെനക്കെടണം. പക്ഷേ അങ്ങനെയല്ല ശ്രീ, അത് ഈ പരസ്പരം വെല്ലുവിളിക്കുകയല്ലോ ശ്രീ ബാലകൃഷ്ണൻ വടകര വേണ്ടത്. ഇത് ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഒരു സർക്കാരും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഒരു പ്രതിനിധിയായ ഗവർണറും നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന വ്യക്തികൾ ഇങ്ങനെ രൂപകൽപ്പന ചെയ്തത് വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ് ഉണ്ടായിരുന്നു. കാരണം ശ്രീ ബാലകൃഷ്ണൻ വടകരയും കൂടി കേൾക്കൂ, ഇത് ഞാനിത് സാന്ദർഭികമായി പറയാൻ കാരണം വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ് ഉണ്ടായിരുന്നു. അതായത് ഗവർണറെ ഇങ്ങനെ അപ്പോയിൻ്റ് ചെയ്യുന്നു പ്രസിഡന്റ് നേരിട്ട്, അതേസമയം സർക്കാരിനെ തിരഞ്ഞെടുത്തൊരു സർക്കാർ. അപ്പോൾ ഈ 2 ഗവർണറെയും ഇതുപോലെ തിരഞ്ഞെടുത്തുന്ന ഒരു രീതി വന്നാലോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റിൽ പങ്കെടുത്ത പല ജനപ്രതിനിധികളും അന്ന് പറഞ്ഞൊരു കാര്യം, ഒരു ഉറക്കകത്ത് 2 വാൾ ഇരിക്കില്ല. അപ്പം 2 അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധ വരും എന്നുള്ളത് കൊണ്ടാണ് ഒരാൾ അപ്പോയിൻറ്റഡും മറ്റേയാൾ തിരഞ്ഞെടുക്കപ്പെട്ടതുമായത് എന്ന്. അങ്ങനെയാണ് നമ്മൾ അതിനെ വിഭാവനം ചെയ്ത് ഈ ഭരണഘടന നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഗവർണർ എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ഗവർണർ ഭരണത്തലവനാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഗവർണറെ ഉപദേശിക്കുന്നു, ആ ഗവർണർ അതിനനുസരിച്ചാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പരസ്പര പൂരകങ്ങളായി പോകേണ്ട 2 പദവികളാണ് സർക്കാരിൻ്റെ മന്ത്രിസ്ഥാനവും അതുപോലെ ഗവർണർ സ്ഥാനവും. അപ്പോൾ ഇത് ഈ ഐക്യം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് അവരവരുടെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ അത് ശരിയാണോ? സാർ ഞാൻ പറയുന്നത് ഗവർണർ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ മുകളിലല്ല. അത് റൈറ്റ് ആണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഗവർണർ, ജനങ്ങളല്ല ഗവർണറെ തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും അത് നേരിട്ട് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്നതല്ല. പക്ഷെ ഞാൻ കേരളത്തിലെ സർക്കാരിനോട് ചോദ്യം ചോദിക്കട്ടെ, ജനാധിപത്യ സർക്കാർ കേരളത്തിലുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കാര്യം ഇലക്ട്രിസിറ്റി ബോർഡാ തീരുമാനിക്കുക, സർക്കാരിനതിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യത്ത് നടക്കുമോ സാർ? നടക്കുമോ? അത് പറ്റില്ല. അതിനാണല്ലോ ഞാൻ ചോദിക്കുന്നത്, കേരളം ജനാധിപത്യത്തിലല്ലേ ഏകാധിപത്യത്തിലാണോ? കേരളം ജനാധിപത്യത്തിൽ എന്നെ പോലുള്ള വോട്ടർമാർ ചൂണ്ട വിരലിൽ ഒരു മഷിയടിയാളെ രേഖപ്പെടുത്തി വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ വോട്ടർക്ക് ചോദിക്കാനുള്ള അവകാശമാണിത്. ജനാധിപത്യത്തിന് പുറകിലാണോ KSEB ബോർഡ്? അല്ല, അതും ഇതുമായിട്ട് എനിക്ക് മനസ്സിലായില്ല. ഭാരതമാതാവിന്റെ ചിത്രം വെക്കലും KSEB ബോർഡും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എനിക്ക് മനസ്സിലായില്ല. KSEB ബോർഡ് അവരെ ശമ്പളം അവരെ കാര്യങ്ങളും അവർ തീരുമാനിക്കുന്നതെന്ന് പറയുന്നത്, അത് ബോർഡാണ് എന്നാ പറയുന്നത്. അല്ലല്ല, അങ്ങനെയല്ല. ഇത് ഈ ബാലകൃഷ്ണൻ എനിക്കിത് മൊത്തത്തിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. ചില സംവിധാനങ്ങൾ ഒരു ഓട്ടോണമസ് സംവിധാനങ്ങൾ പോലെ ഉണ്ടാകും, ചിലത് കോർപ്പറേഷൻ ബോർഡുകൾ ഉണ്ടാകും, അതിന് അതിൻ്റെതായ ഒരു ഭരണ സംവിധാനം ഉണ്ടാകും. അതിന് ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ നയത്തിൽ അതിൻ്റെ ഭരണ സംവിധാനത്തിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലാതെ ഇങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ മീറ്റർ റീഡിങ് ഇങ്ങനെയാണ്, അതുകൊണ്ട് എല്ലാവരും ഇത്ര തുക അടയ്ക്കണം എന്നല്ല. അതിനാണ് റെഗുലേറ്ററി കമ്മീഷൻ ഉള്ളത്. റെഗുലേറ്ററി കമ്മീഷൻ സർക്കാരിന് ശുപാർശ. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ചെക്സ് ആൻഡ് ബാലൻസ് എന്നാണ് അതിനെ പറയുന്നത്. അത് വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് എനിക്ക് തോന്നുന്നില്ല അങ്ങ് കൃത്യമായൊരു തർക്കത്തിലാണെന്ന്. ഓക്കെ,
അനിയൻകുട്ടനുണ്ട്, ഞാൻ അനിയൻകുട്ടനിലേക്ക് വരാം. അപ്പോൾ ബാംഗ്ലൂർ ട്യൂബ് എന്നോട് പറയുന്നു, ഭാരതാംബ RSSൻ്റെ മാത്രമാണോ? രാമനെ RSSന് കൊടുത്തു, ഭാരതാംബ ഹിന്ദുക്കളുടെ അല്ല. വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ വർഗീയം, ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ വർഗീയം, ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ വർഗീയം ആണോ എന്നൊക്കെ ബാംഗ്ലൂർ യൂട്യൂബ് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ അത് വർഗീയം അല്ല, അത് ആര് പറയുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കാരണം ഗാന്ധിജി ഏറ്റവും ശക്തമായി ഉയർത്തിയത് അദ്ദേഹത്തിനകത്തുള്ള സത്യാന്വേഷണ ബോധമായ ശ്രീരാമനാണ്. അപ്പോൾ അത് വർഗീയമാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഷിജു കിരിയത്ത് പറയുന്നു, ഇൻ അവർ സ്കൂൾ ദർ ഈസ് എ ഭാരത് മാതാ സ്റ്റാച്യു ബട്ട് ഷീ ഈസ് ഹോൾഡിങ് എ ട്രൈ കളർ എന്ന് പറയുന്നു. ഓക്കെ, കലിപ്പൻ പറയുന്നത് വർഗീയതയാണെന്ന് പറയുന്നു. ബിനു കുമാർ MS പറയുന്നു, മതേതര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലും അഡ്മിനിസ്ട്രേഷനിലും ക്ഷേത്രങ്ങളിൽ നിന്ന് മതചിഹ്നങ്ങൾ എടുത്തു മാറ്റുകയാണ് മതേതര സർക്കാർ ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഗവർണറെ മതേതരത്വം പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തോമസ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, VC തോമസ്. അദ്ദേഹം പറയുന്നത് ഭാരതമാതാവ് മാത്രമല്ലേ ഉള്ളൂ, പിതാവില്ലേ എന്നാണ് ചോദിക്കുക. അതൊക്കെ ശുദ്ധ ബോഷ്കാണ്. അങ്ങിങ്ങനെ ചോദിക്കരുത്. ഇതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കല്പമാണ്. അപ്പോൾ ചില രാജ്യങ്ങൾ അവരുടെ മദർലാൻഡ് എന്ന് പറയും, ചില രാജ്യങ്ങൾ അതിനെ ഫാദർലാൻഡ് എന്ന് പറയും. അപ്പോൾ ഇന്ത്യ എന്നത് നമ്മുടെ മാതൃഭൂമിയാണ് എന്ന് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നൂറുകണക്കിന് മനുഷ്യർ വെള്ളക്കാരനെതിരെ അണിനിരന്ന് പോരാടിയത്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പല മതങ്ങളായി ഭിന്നിപ്പിക്കാൻ നോക്കിയപ്പോഴൊക്കെ അതിനപ്പുറത്ത് നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് നമ്മൾ തുറന്നു പറഞ്ഞത്, ചേർന്ന് നിന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം നമ്മൾ ഒരു മണ്ണിൻ്റെ മക്കളാണ് എന്ന ബോധമാണ്. ആ ബോധത്തിൽ നിന്നാണ് ഭാരതം അല്ലെങ്കിൽ ഭാരതമ്മ എന്ന ഭാരതാംബ അല്ലെങ്കിൽ ഭാരതമാതാവ് എന്ന പ്രയോഗമുണ്ടാകുന്നത്. അതിനെ ഇത്ര ലഘൂകരിച്ച് പരിഹസിക്കാൻ VC തോമസിനെ പോലെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ തയ്യാറാകരുതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അനിയൻകുട്ടൻ എന്നൊരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. അനിയൻകുട്ടൻ. സാറേ നമസ്കാരം. നമസ്കാരം സാറേ. 2 മിനിറ്റ്, ഒത്തിരി തരണ്ട. ഞാൻ ഇതേപ്പറ്റി പറയാൻ പോയാലേ, ഇന്ന് ഈ ഒരു വിവാദം വെറുതെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഇന്ന് ഈ RSSകാരെ BJPക്കാരെ കൊണ്ടൊന്നുമല്ല ഇത് നമ്മുടെ ഇന്ന് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഭാരതാംബയുണ്ട്, ഭൂമിക്ക് ദേവിയുണ്ട്, നമ്മുടെ അഖണ്ഡതയുണ്ട്, ഭരണഘടനയുണ്ട്, എല്ലാം ഇതുകൊണ്ട് ഇപ്പം RSS ഈ മോദി സർക്കാർ വന്നപ്പോൾ ഇതെല്ലാം തട്ടിയെടുത്ത് മാറ്റിക്കൊണ്ട് ഇതിനൊന്നും പുറകിൽ ഇത് കേട്ടേച്ച് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളൊന്നും പുറകോട്ട് മാറുകയോ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഈ മന്ത്രി ഇപ്പം എന്താ ഈ ഭക്ഷ്യമന്ത്രി പ്രസാദ് ഭക്ഷ്യമന്ത്രിയാണോ സാറേ അത്? അദ്ദേഹം ഭക്ഷ്യമന്ത്രിയായ പ്രസാദ് ഇതേ കൊണ്ട് കൃഷിമന്ത്രി അല്ല പേരെന്താ അദ്ദേഹത്തിന് ഇപ്പം ഒത്തിരിനാളോടെ കാണുന്നത്, 4 വർഷത്തിന് മുമ്പേ കാണുക. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനം കൊണ്ടുവന്ന പ്രസ്താവന കൊണ്ട് നമ്മുടെ രാജ്യത്തെ സാറ് നിർത്തല്ല, നമ്മുടെ ന്യൂനപക്ഷങ്ങളൊന്നും ഇല്ലാതാക്കി. ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് കേട്ടൊന്നും ന്യൂനപക്ഷങ്ങൾ അതിന്റെ പുറകെ പോകല്ല. ഇവർ പറഞ്ഞ ഈ ഒരു മന്ത്രി പറയും ഇന്ത്യയിലെ ഭരണഘടന പിന്നെ കുന്തവും കുറച്ചെങ്ങനെ വന്നാൽ, ഒരു മന്ത്രി ഇപ്പുറത്തോട്ട് വന്ന് ഭരണഘടന വിരുദ്ധമാണെന്ന് പറയും. ഇവന്മാർക്ക് ഈ രാജ്യത്തോട് എന്തോ അതാ ഉള്ളത്, ഈ രാജ്യത്തോട് ജനങ്ങളോട് ഇതിലേക്ക് വരാത്തതുകൊണ്ട് ഞാൻ രാജൻ തിരുവല്ലയിൽ നിന്നാണ് വിളിക്കുന്നല്ലേ? അതെ അതെ, നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് തോന്നുന്നു ശ്രീ രാജൻ ആദ്യം കണക്ട് ആയി പിന്നെ കട്ടായി പിന്നെ കണക്ട് ആയതാണോ? അല്ല, ഞാൻ അന്നേരം മുതലേ കേട്ടോണ്ടിരിക്കും. അയ്യോ സോറി, അപ്പം ഞാൻ വിചാരിച്ചത് കട്ടായി പോയി എന്നുള്ള ധാരണയിലാണ് അങ്ങയിലേക്ക് വരാതിരുന്നത് കേട്ടോ. ഓക്കെ, ക്ഷമിക്കണം, ദയവായി ക്ഷമിക്കണം. ഏതായാലും അങ്ങ് കാത്തിരുന്നതിൽ വളരെയധികം സന്തോഷം. ചില ആളുകളൊക്കെ ക്ഷുഭിതരാകും, എന്നാലും അങ്ങ് വിശാല മനസ്കരായതുകൊണ്ട് ക്ഷുഭിതനായില്ല. അത് എന്നോടുള്ളൊരു പ്രത്യേക മമത കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. ഏതായാലും വളരെ നന്ദി. ശ്രീ രാജൻ, താങ്കൾക്ക് എന്തു തോന്നുന്നു? നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യം ഭാരതം എന്ന സങ്കല്പം വളരെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്രയോ കാലങ്ങളായി നമ്മൾ ഭാരതം എന്നൊരു സങ്കല്പം ഉയർത്തിപ്പിടിക്കുന്നവരായിരുന്നു. പക്ഷേ അതിന് ഒരു മാപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ പറയാറുണ്ട്, സിന്ധു മുതൽ സിന്ധു വരെയെന്നോ അല്ലെങ്കിൽ ഹിമാലയം മുതൽ സമുദ്രം വരെ ഉള്ള പ്രദേശമെന്നോ ഒക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. ഒരു സാംസ്കാരിക ദേശീയത എന്ന തരത്തിൽ പറയാറുണ്ടെങ്കിലും ഈ ഗ്രേറ്റ് ടിഗ്നോമെട്രിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അത് ഏതാണ്ട് 802 മറ്റോ ആണ് ഇങ്ങനെ ഒരു സർവേ തുടങ്ങുകയും ഇത്തരം ഒരു ഭൂപടത്തിൻ്റെ ഒരു രൂപം ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് അത് നമ്മുടെ അഖണ്ഡ ഭാരതം എന്ന തരത്തിൽ അത് വരികയും അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഏതായാലും അതിൽ നമ്മുടെ ഇന്നത്തെ നിലവിൽ ഇന്ത്യയുടെ നിയന്ത്രണത്തിലില്ലാത്ത പാകിസ്ഥാനോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രവശ്യകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്നും ഇത് ഒരു സങ്കല്പമായി കൊണ്ടു നടക്കുന്ന ഒരു നൂറുകണക്കിന് ആളുകളുണ്ട്. നമ്മളിപ്പോഴും ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മറ്റു ഭാഗങ്ങളില്ലാതെ അതങ്ങനെ ചിന്തിക്കാൻ കഴിയാത്തവരുമുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഇന്നത്തെ
നമ്മുടെ അംഗീകൃത ഭൂപടം മതി എന്ന് കരുതുന്നവരുണ്ട്. അപ്പോൾ ഈ കൃഷിമന്ത്രി പ്രസാദ് പറഞ്ഞതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഈ ഇന്നത്തെ ഇന്ത്യയുടെ ഭൂപടം വെച്ചുകൊണ്ട് ത്രിവർണ്ണ പതാക ഏന്തിയ ഒരു ഭാരതാംബയെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന തരത്തിലാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് അങ്ങ് മനസ്സിലാക്കുന്നത്? ഈ ഭാരതാംബ എന്ന് പറയുന്ന ഒരു ദൈവമൊന്നുമല്ല, നമ്മുടെ സങ്കല്പമാണ്. അമ്മയായിട്ട്, ഭാരതത്തെ അമ്മയായിട്ട് നമ്മൾ കരുതുന്നു. അതിന് വേണ്ടിയിട്ട് ആൾക്കാർ അത് അങ്ങോട്ട് ഫോട്ടോ വെച്ചു. ആ കമ്മ്യൂണിസ്റ്റുകാർ അരിവാൾ ചുറ്റിയ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അരിവാൾ ചുറ്റിയ നക്ഷത്രം, അത് അവരുടെ ഒരു സിമ്പല്. ഇത് നമ്മൾ ഭാരതത്തിന്റെ അമ്മയായി കരുതിക്കൊണ്ടൊരു ഒരു ദേവിയുടെ പോലുള്ള ഒരു ഫോട്ടോ, അത്രേ ഉള്ളൂ. അതിനെ അവർ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 150 കോടി ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരവിടെ പോകും. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. യെസ്, ഏതായാലും അങ്ങയുടെ പ്രതികരണം വ്യക്തമാണ്. ഗ്ലാഡിയേറ്റർ എന്ന ഒരു പ്രേക്ഷകൻ എന്നോട് ചോദിക്കുന്നു, ഗാന്ധി ഖിലാഫത്തിനെ അനുകൂലിച്ചു എന്ന് പറയുന്നത് ശരിയാണെന്ന്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം അന്ന് ഈ ഓട്ടോമൻ എംപയറും അതുപോലെ കാലിഫേറ്റിൻ്റെയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മളെടുത്ത ഒരു ആഗോള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എടുത്തൊരു നിലപാടാണ്. അത് അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനം നമുക്കൊക്കെ ചരിത്രത്തിൽ അറിയാവുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ അതിനെ പ്രത്യേകിച്ച് ഇനി എന്താണ് എന്നോട് ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. മോഹൻ ES പച്ച പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്താ പാട്ട് പാടുന്നത്? പാട്ടിൻ്റെ വരികളാണ് എഴുതിയിരിക്കുന്നത്. സന്തോഷം. ചിലർ പാട്ട് നമ്മുടെ പൊതുവേദിയിൽ പാടുന്നു, ചിലർ കമൻ്റായി ഇടുന്നു. ഓക്കെ, ഇത് RSSന് ബലം കിട്ടും എന്ന് ജോസഫ് പറയുന്നു. ഓക്കെ, ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിനോയ് ആണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. ബിനോയ്, ഈ വിവാദത്തെ ബിനോയ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതങ്ങനെ ഒരു വിവാദമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ രാജ്ഭവൻ ഈ സമയത്ത് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുള്ളതാണ്. ഒരു RSS മയം എല്ലാത്തിലും വരുത്തുന്നതിന്റെ ഒരു ഭാഗമായി രാജ്ഭവൻ പോലുള്ള ഒരു സ്ഥലത്ത് അവരുടെ പാർട്ടി ഓഫീസുകളിലോ അവരുടെ സംഘടനാ തലങ്ങളിലോ ഒക്കെ ഭാരതാമ്മയുടെ പടം വെച്ച് നമുക്ക് തുടക്കം കുറിക്കാമായിരുന്നു. പക്ഷെ ഇത് ഒരു RSS മയമാക്കി ഒരു സംഘപരിവാർ ഭരണമാക്കിക്കൊണ്ട് പോകുന്നതാണെന്നാണ് എന്റെ ഒരു നിലപാട്. ഒരു മതേതര ജനാധിപത്യ രാജ്യത്തിന് ചേരുന്നതാണോ എന്നൊരു സംശയം. ഞാൻ പറയുന്നത് ചില ബിംബങ്ങളെയൊക്കെ ഇങ്ങനെ പാർട്ടികൾക്ക് വിട്ടുകൊടുക്കണം. ഇപ്പോൾ മഹാത്മാഗാന്ധിജി, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരിക്കാം, കോൺഗ്രസിൻ്റെ തലപ്പത്ത് വന്ന നേതാവാണ്, കോൺഗ്രസിൻ്റെ മുന്നിൽ നിന്ന് പ്രക്ഷോഭങ്ങൾ നയിച്ച ആളാണ്. പക്ഷേ അതിനപ്പുറത്ത് രാഷ്ട്രപിതാവാണ്. ഇന്ത്യയുടെ ദേശീയതയ്ക്ക് രൂപം നൽകുമ്പോൾ അല്ലെങ്കിൽ അതിൽ കരുത്ത് നൽകിയൊരു വ്യക്തിത്വമാണ്. ഗാന്ധിജിയെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളായിട്ടാണോ ആളുകൾ കാണുന്നത്? അതിനൊക്കെ അപ്പുറത്തല്ലേ? എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങളെ നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി കാണാൻ തയ്യാറാകണ്ടേ? അല്ലല്ല, അത് മനു പറഞ്ഞ ശരി. രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ട് കാണണം. അമ്മ തന്നെയാണല്ലേ? ഹലോ, അപ്പോ നമ്മളതിനകത്തൊരു ഈ മഹാത്മാഗാന്ധിജിയുടെ പടം വെക്കുന്നത് പോലെ അല്ല. അതിനകത്ത് ഒരു RSS സംഘപരിവാറിന്റെ ഒരു ഇടപെടൽ നടക്കുന്നത് കൊണ്ടാണ് ഇത് ഒരു പ്രശ്നം. സംസ്ഥാന ഗവൺമെന്റ് തന്നെ അവിടുന്ന് പരിപാടി മാറ്റുമ്പോൾ അതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം എന്നുള്ളതല്ല, അതൊരു സംഘപരിവാറിന്റെ കൂടൊപ്പം നമ്മൾ ചേരുന്നു എന്നുള്ള ഒരു അഭിപ്രായം അതിനകത്ത് പ്രത്യക്ഷമായും പരോക്ഷമായും വരുന്നുണ്ട്. സത്യത്തിൽ അതിനെക്കുറിച്ച് കൂടുതലായി ഒരു അഭിപ്രായം ഇപ്പൊ എന്താണ് എന്റെ പാർട്ടിയുടെ നിലപാടെന്നുള്ളത് ഞാനത് വ്യക്തമാക്കി പഠിച്ചില്ല സത്യത്തിൽ. അല്ല, ഞാൻ എത്രയും അല്ല, അത് അങ്ങ് നമുക്ക് എന്തായാലും അടുത്ത ദിവസം ഈ വിഷയം ചർച്ച ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഭാരതമാതാവിനെ ഒരു പാർട്ടിക്ക് വിട്ടുകൊടുക്കണോ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് വിട്ടുകൊടുക്കണോ എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ട ഒന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ബിനോയുടെ പ്രതികരണം കൃത്യമാണ്. നമുക്ക് കൂടുതൽ ആ വിഷയത്തിൽ ഒരു പ്രതികരണം അടുത്ത ദിവസങ്ങളിൽ നടത്താം. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഷോർട്ട് ബ്രേക്ക്. പെട്ടെന്ന് തുടങ്ങി വരാം. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോട് നമ്മുടെ പ്രേക്ഷകരിൽ പലരും തിലകനെ അന്വേഷിക്കുന്നുണ്ട്, മോഹനനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഏതായാലും രഘുനന്ദനൻ എന്നോട് പറയുന്നത് ഇങ്ങനെയുള്ള അടയാളങ്ങൾ സർക്കാർ പരിപാടിയിൽ ആര് നടത്തുന്നതും ശരിയായ രീതിയല്ല എന്നാണ് ശ്രീ രഘുനന്ദനൻ തിരുമുല്ലവാരം, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പറയുന്നത്. ശിവദാസൻ ബാലരാമപുരം എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശിവദാസൻ ബാലരാമപുരം, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ സർക്കാരിനൊപ്പം നിൽക്കുമോ ഗവർണർക്കൊപ്പം നിൽക്കുമോ? സാർ നമസ്കാരം. സാർ നമസ്കാരം. സാർ, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ്, എൻ്റെ പെറ്റമ്മയുടെ കൂടെയാണ് ഞാൻ. കാരണം എൻ്റെ പെറ്റമ്മ പിറന്നു വീഴുന്നത് നമ്മളെ ഭാരത മണ്ണിൽ, ഞാൻ പിറന്നു വീഴുന്നത് എൻ്റെ ഭാരത മണ്ണിൽ. ഇന്ത്യ രൂപം കൊണ്ട കാലം പോലെ ഭാരത മാതാവിന് രൂപം കൊണ്ട ഇന്ത്യ മേപ്പിൽ, ലോകരാഷ്ട്രങ്ങൾ മേപ്പിൽ ഒരു അമ്മയുടെ രൂപം
ഭാരതമ്മയുടെ രൂപം പോലെ കാണുന്ന ഏക മേപ്പ് ഇന്ത്യക്കാണ്. ഞാൻ സിംഗപ്പൂർ വർക്ക് ചെയ്തപ്പോൾ, സൗദി വർക്ക് ചെയ്തപ്പോൾ യു കൺട്രി വെരി നൈസ് കൺട്രി എന്ന് പറഞ്ഞ പല രാജ്യക്കാർ. ആ ഒരു അമ്മയുടെ അമ്മയുടെ ഒരു പോട്ട ഇന്ത്യയിൽ എവിടെയും വെക്കാം, ഭാരതമാതയുടെ പോട്ട എവിടെയും വെക്കാം. അത് ദൈവമാറ്റി ഞാൻ കണ്ടില്ലെങ്കിലും ലോകത്ത് ഏറ്റവും എന്റെ ദൈവം എന്റെ അമ്മയാണ്, അത് കഴിഞ്ഞാൽ കാണുന്നത് എന്റെ ഇന്ത്യയാണ്. പക്ഷെ ഇത്തിരി വിവരം കെട്ട സംസാരത്തിന് എനിക്ക് മറുപടി കൊടുക്കില്ല സാറേ. മനസ്സാറിനും ഇല്ല, മനസ്സാറിനും വേദന കൊണ്ടാണ് സംസാരിക്കുന്നത്, എനിക്കറിയാം. ഇന്ത്യയിൽ പിറന്ന ഒരു മനുഷ്യൻ പോലും ആത്മാർത്ഥത്തോടെ മറുപടി പറയില്ല. പിന്നെ ചില പാകിസ്ഥാൻകാർ ഭീകരന്മാരാണ് ഇന്ത്യക്കെതിരായിട്ടും ഈ അമ്മയുടെ വോട്ട് വെച്ച് എതിരായിട്ട് സംസാരിക്കുന്നത്. ഈ ഭീകരന്മാരാണ് ഇത്തിരി സംസാരിച്ചതല്ല, എതിരായിട്ട് സംസാരിച്ചല്ല, ഇന്ത്യ സ്നേഹിക്കുന്നവരെല്ലാം. താങ്കളുടെ അഭിപ്രായം ക്ഷമിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ എനിക്ക് പ്രയാസം പറയാം. ബാംഗ്ലൂർ ഭട്ട് എന്നോട് പറയുന്നത്, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരേണ്യയെ, വന്ദിപ്പിൻ വരതയെ ഈ കവിത എഴുതിയ വള്ളത്തോളിനെ RSSകാരനാക്കുമോ എന്നാണ്. എനിക്കറിയില്ല. ഓക്കെ, ജോൺസൺ പറയുന്നത് കുമ്മിടി സംഗീഷൻ, എനിക്ക് എന്താണെന്ന് മനസ്സിലായതില്ല. ഓക്കെ, അച്യുതൻ കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അച്യുതൻ, കാവ്യവൽക്കരണത്തിന് ഒരു പാത തെളിയുന്നു എന്ന സർക്കാരിൻ്റെയും അതുപോലെ ഭരണപാർട്ടിയുടെയും ഭരണപക്ഷത്തുള്ള പാർട്ടികളുടെയും ഒരു ആരോപണത്തെ ശ്രീ അച്യുതൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നു ടെലിഫോൺ ശ്രീ അച്യുതൻ എനിക്കൊന്ന് അങ്ങനെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. KG കുമാർ കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ കുമാർ, കേൾക്കാമോ? കേൾക്കാം. ശ്രീ കുമാറിന് പറയാം. ഇത് ഒരിക്കലും ഒരു വിവാദമാക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാര്യം ഈ ഫോട്ടോയും ഇതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അടിസ്ഥാന പൈതൃകമാണ്. കാര്യം അത് സാക്ഷാൽ പരാശക്തിയാണ്. അത് അദ്ദേഹം അതിനെ എതിർക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാര്യം ഭാരതീയ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന ഏതൊരു വ്യക്തിക്കും ഇതിനെ പിന്നെ എതിർത്ത് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണോ മന്ത്രി അത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഇനി നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണോ എന്നും അറിയത്തില്ല. കാര്യം ഇത് സാക്ഷാൽ പരാശക്തിയാണ്. അത് ഭാരതത്തിന്റെ അടിസ്ഥാന പൈതൃകമാണ് ഇതെല്ലാം. അപ്പൊ ഞാൻ ശ്രീ KG കുമാർ, അങ്ങ് ഇത് പറയുമ്പോൾ എനിക്ക് ടോമക് എന്ന് പറഞ്ഞ ഒരാള് പ്രതികരിക്കുകയാണ്, എന്താണ് ത്രിവർണ പതാക ഇല്ലാത്തതെന്ന്. അപ്പൊ ത്രിവർണ പതാകയോട് എന്തുകൊണ്ടാണ് ഇത്ര വിയോജിപ്പെന്നാണ് ചോദിക്കുന്നത്? ഇല്ല, അത് ഇല്ല. അല്ല, അവിടെ ഈ മന്ത്രി ഇത് വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിന്ദിക്കണ്ടായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇതുമായിട്ട് ചിലപ്പം പുള്ളിക്ക് അത് ഒത്തുപോകാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ വന്നിട്ടില്ലെങ്കിലും നിന്ദിക്കരുതായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോടാനുകോടി ജനങ്ങളുടെ ഒരു ഇതാണല്ലോ, കോടാനുകോടി ജനങ്ങളുടെ ഒരു ഇതാണ്. കാര്യം നമ്മൾ ഒരിക്കലും അത് ശരിയല്ല കാര്യം. ശരി, വ്യക്തമാണ്. അപ്പം ന്യൂ തിങ്കർ എന്നോട് പറയുന്നത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കാവി ഭാരതത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറയുന്നു. ഓക്കെ, വള്ളത്തോളിൻ്റെ കവിത കേരളത്തെ കുറിച്ചാണ് എന്ന് VC തോമസ് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വന്ദിപ്പിൻ മാതാവിനെ എന്ന് പറഞ്ഞു, അങ്ങനെയാണോ? എനിക്കറിയില്ല. ഗാന്ധിജിയെ കൊന്നവർ രാജ്യസ്നേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കില്ല, അവിടെ കാണിക്കുന്ന ചിത്രമാണോ ഭാരതാംബ എന്ന് എന്നോട് മോൺസാക്ക് ചോദിക്കുന്നു. ഓക്കെ, യെസ്, അതാണ് ചിത്രം. റഷീദ് കൊയിലാണ്ടി നമ്മളോട്, ഭരത് പാലക്കാട് കൂടി എന്നോടൊപ്പം ചേരുന്നു. ആദ്യം റഷീദ് കൊയിലാണ്ടിയിലേക്ക് ഞാൻ വരാം. ശ്രീ ഭരത്, ഹലോ. അങ്ങ് പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് ഒരിക്കലും എന്നോട് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞില്ല. ഞാൻ പാലക്കാട് കണ്ണാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. കണ്ണാടി? കണ്ണാടി നേരത്തെ വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് വിളിക്കുന്നത്. അതാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കണ്ണാടി എനിക്കറിയാവുന്ന സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ അവിടെ ഒരു കല്യാണത്തിനൊക്കെ വരികയൊക്കെ ചെയ്തിരുന്നു. ശരി, അപ്പോൾ താങ്കൾ ഈ വിവാദം ഇങ്ങനെ മുറുകുമ്പോൾ ആരുടെ പക്ഷത്താണ് ശരി എന്നാണ് കരുതുന്നത്? ആരുടെ പക്ഷത്ത് പറഞ്ഞാൽ ഞാനിപ്പോ നിലവിൽ പരിപാടി കണ്ടുകൊണ്ടിരുന്നപ്പോ നിലവില് രാഷ്ട്രീയ പക്ഷമുള്ള ആൾക്കാരും എല്ലാവരും സംസാരിക്കുന്നത് കേട്ടു. അപ്പൊ നമ്മള് ഈ രാഷ്ട്രീയമായിട്ടോ ഒന്നല്ല സംസാരിക്കുന്നത്, സാധാ ഇന്ത്യൻ പൗരനായിട്ട് സംസാരിക്കുകയാണ്. അതിനിടയിൽ ഒരു കുഞ്ഞു കരയുന്നുണ്ടല്ലോ, കുട്ടിക്ക് എന്താണ് പറ്റിയത്? എന്തെങ്കിലും കളിപ്പാട്ടം കിട്ടാത്തത് കൊണ്ടാണോ? അതായത് നമ്മള് ഭാരതാംബയുടെ ചിത്രം പറയണത് നമ്മുടെ ഇന്ത്യക്ക് മാത്രം ശരിയായിട്ട് പണ്ടുകാലം മുതലേ നമ്മൾ ആരാധിച്ചു വരുന്ന ഒരു സംഭവമാണ്. അത് രാഷ്ട്രീയ പാർട്ടി എന്നല്ല സംഭവം. നമ്മളൊരു ഭാരതത്തിനെ നമ്മള് ഒരു പെറ്റമ്മയും പിറന്ന മണ്ണിനെയും കൂട്ടിക്കൊടുക്കാൻ പാടില്ല പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അല്ലെന്നേ, അത് പക്ഷേ ഇവിടെ
അവർ ഉന്നയിക്കുന്ന ചില പ്രശ്നം കൊടി ഭാരതത്തിന്റെ കൊടിയല്ലേ വേണ്ടത്? അല്ല, ഭാരതത്തിന്റെ കൊടി എന്ന് പറയുന്നത് നമ്മൾ ഈ കാവി കൊടി പറയുന്നത് നമ്മൾ ഇന്നോ ഇന്നലെയോ അല്ല, നമ്മുടെ ഈ പുരാണ ചരിത്രങ്ങളിലടക്കം നമ്മൾ ഈ കാവി കൊടി കണ്ടിട്ട് വരുന്നതാണ്. ഈ കൊടിയെ വേണ്ടതെന്ന് പറയുന്നത് അത് ചില ഇതിപ്പോ നമ്മൾ പറയുന്ന പോലെ RSS ഇവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, സംഭവം ശരിയെന്ന്. പക്ഷെ ഇപ്പൊ അമ്പലങ്ങളിൽ ഈ കൊടികൾ വേണ്ടെന്ന് പറയുന്ന ഒരു പ്രശ്നം വന്നിട്ടായിരുന്നു. പക്ഷെ നമ്മുടെ പുരാണങ്ങൾ എടുത്താലടക്കം അതിൽ ഹനുമാന്റെ ചിത്രമായിട്ട് നമ്മൾ ഈ കാവിക്കൊടികൾ കാണാറുള്ളതാണ്. ഏതൊരു ഇതായിക്കോട്ടെ, ഇപ്പൊ രാമായണമായാലും മഹാഭാരതത്തിലും അർജുനന്റെ ഇത് തേരിലൊക്കെ നമ്മൾ ഈ കൊടി കണ്ടിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഈ സംഭവം കാലം കാലം പോകും തോറും ഈ പണ്ടുള്ള ഈ ആചാരങ്ങളെല്ലാം ഇല്ലാതാക്കാനാണ് ഇപ്പോഴത്തുള്ള ആൾക്കാർക്ക് ശ്രമം. അത് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞിട്ട്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം ന്യൂ തിങ്കർ എന്നോട് പറയുന്നു പാകിസ്ഥാൻ പ്രതീകം പച്ചയാണ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ഇവിടെ പ്രസക്തി എന്ന് എനിക്കറിയില്ല, നമ്മൾ പാകിസ്ഥാനെ കുറിച്ചല്ല ചോദിക്കുന്നത്. ഷാജി ഭാസ്കരൻ പറയുന്നു ഇത് കാവ്യവൽക്കരണത്തിനുള്ള ശ്രമമാണ്, വയ്ക്കണമെങ്കിൽ പൂജാമുറിയിൽ വെച്ചോട്ടെ എന്ന് പറയുന്നു. ഭാരതാംബ ഇതാണ് എന്ന് ഇവരോട് ആരാണ് പറഞ്ഞത് എന്ന് കുട്ടൻ വിളക്കത്തല എന്നോട് ചോദിക്കുന്നു. ഇപ്പോൾ വേറൊരു മതവിഭാഗക്കാർ വന്ന് ഇതാണ് ഭാരതാംബ എന്ന് പറഞ്ഞാൽ അതും നമ്മളെല്ലാവരും വിശ്വസിക്കണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാവിക്കൊടിയും പിടിച്ചു നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഷാജി ഭാസ്കരൻ്റെ പ്രതികരണം. ഓക്കെ, അപ്പോൾ കുട്ടൻ വിളക്കത്തല നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എനിക്ക് വലിയ ഇഷ്ടമൊക്കെ ഉള്ള ആളാണ്. പോട്ടെ, നമ്മുടെ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദിന് ഈ തർക്കത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ഒരു വേറൊരു തരത്തിലൊരു സൈദ്ധാന്തിക പ്രശ്നം നേരത്തെ ഉയർത്തിയിരുന്നു. കാരണം ഈ ഏകദൈവ വിശ്വാസം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഭാരതാംബ എന്ന മറ്റൊരു ദൈവിക സങ്കല്പം ഒരു പക്ഷേ അത്ര അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള തർക്കം പണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കാലക്രമേണ നമ്മൾ പലതരത്തിൽ അത് മാറി ചിന്തിച്ചു, പലതരത്തിൽ ഇതൊക്കെ വന്നു. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതിനൊക്കെ പ്രസക്തി ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ നമ്മൾ ഇത് ഒരു വിവാദമാക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്നാണോ താങ്കൾ കരുതുന്നത്? മനു, ഞാൻ രണ്ട് വരി പാട്ട് പഠിക്കോട്ടെ. ഓ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗ്രഹമല്ലോ ഭാരതമെന്നാൽ. ആ പാട്ട് പണ്ട് ചെറുപ്പകാലങ്ങളിലെ പാടുന്നൊരു പാട്ടാണ്. ഇന്ന് ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഭാരതാംബ അത് വരികയാണ്. കാരണം ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചടങ്ങ്, ആ ചടങ്ങില് നമ്മുടെ കൃഷി മന്ത്രി എടുത്ത ഒരു നിലപാടുണ്ടല്ലോ, ആ നിലപാടിനോടൊപ്പമാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ആ ധൈര്യവും നിലപാടും ഞാനും മനസ്സ് ചേർത്ത് വെക്കുകയാണ്. ഇന്ത്യ എന്നാൽ ഒരു മതേതര രാജ്യമാണ്. മനു സൂചിപ്പിച്ചതുപോലെ എല്ലാ മതവിശ്വാസികളും ഉള്ള ഒരു രാജ്യത്ത് ഈ രീതിയിൽ കൊണ്ടുപോകുന്നതിൽ എങ്ങനെയാണ് യോജിച്ചു പോകാൻ കഴിയുക? ഭാരതം എന്ന ഒരു സങ്കല്പമുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യ എന്ന രാജ്യം, ഭാരതം എന്ന മഹാരാജ്യം, അത് നമ്മുടെ മനസ്സിലുള്ള ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിന് ഒരു കോട്ടവും നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയവരാണ്. നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിച്ച് നമ്മൾ ജീവിച്ചു വരുവാണ്. മറ്റിതര രാജ്യക്കാരോടൊക്കെ നമ്മുടെ അന്തസ്സോടുകൂടി നമ്മൾ പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഒരു വല്ലാത്തൊരവസ്ഥ ഇപ്പോഴുണ്ട്. കാരണം ഗവൺമെന്റ് മെഷീനറികളൊക്കെ ഈ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മതേതരത്വം എവിടെ ചെന്നെത്തും? ഒരു ഗവർണർ എന്ന് പറഞ്ഞത് ഭരണഘടനാ സംവിധാനത്തിൽ ഒരു ഭരണഘടന അതിനെ മുന്നിൽ നിർത്തി ചെയ്യേണ്ട ആളുകളാണ്. അവരൊക്കെ ഇങ്ങനെയായാൽ എങ്ങനെയാവും നമ്മുടെ ഭാരതത്തിന്റെ വല്ലാത്തൊരവസ്ഥ? അത് മാറ്റിയെടുക്കേണ്ടതല്ലേ? എല്ലാവരും അതേക്കുറിച്ച് മതേതര ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർക്കപ്പെടേണ്ട ചില സംഗതികളാണിത്. അതല്ലാതെ ഈ ഏതെങ്കിലും ഒരു RSS മാത്രം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു രാജ്യമല്ലല്ലോ ഇന്ത്യ രാജ്യം. അവര് നടത്തുന്ന പരിപാടികളിൽ അവർ നടത്തിക്കോട്ടെ, അതിന് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? പക്ഷെ ഒരു ഭരണഘടനാ സംവിധാനത്തിന് കീഴിൽ നടത്തുന്ന പരിപാടി അത് ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദീപു കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ദീപു, ഇത്
ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും തർക്കമുണ്ടാകുമോ എന്ന ആശങ്ക ഉയരുകയാണ്. ഒരുപക്ഷെ ഇത് പ്രശ്നമില്ല, വലിയ വിഷയമില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് കൂടുതൽ ആഴത്തിലേക്ക് ഈ ഭിന്നത നീങ്ങും എന്ന് ഭയപ്പെടേണ്ടതുണ്ടോ? മനു, ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം ഒരു കാര്യം പറയട്ടെ. നമ്മുടെ മനുവിന്റെ നാട്ടുകാരനായിട്ടുള്ള ഭരത് എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പൊ സംസാരിച്ചു, പാലക്കാട്ടായിരുന്നു. അയാൾ നിഷ്കളങ്കനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതെന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് എന്നുള്ളതിന്റെ വളരെ വ്യക്തമായി തന്നെ പുള്ളി പറഞ്ഞു. ഒരു വിഭാഗത്തിന്റെ മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത് നമ്മുടെ ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആയ ഇന്ത്യയെ കുറിച്ച്. അപ്പോൾ അത് തന്നെ അതിനകത്ത് അദ്ദേഹത്തിന് മനസ്സിലാവുമെന്ന് കരുതട്ടെ. അതില്ലെങ്കിൽ കേട്ട് നിൽക്കുന്നവർക്ക് മനസ്സിലാവുന്ന കേട്ടെ. നമ്മുടെ ലോകസഭ മന്ദിരങ്ങളുണ്ടല്ലോ, നമ്മുടെ ലോകസഭ രാജ്യസഭയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികൾ, ഇവിടെ എവിടെയെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ? എന്റെ അറിവിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മനുവിന് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാമോ? അങ്ങനെ ഉണ്ടോ? ഞാനിത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ ഇനി ശ്രദ്ധിക്കേണ്ടി വരും. ഇതൊരു വിവാദമായി ആദ്യമാണല്ലോ വരുന്നത്. അപ്പൊ അവിടെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ലോകസഭയിലും ഇല്ലെന്ന് തന്നെയാണ് എന്റെ അറിവ്. ഞാനൊരു ആളെ വിളിച്ച് ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്തൊരെണ്ണം ഒരു ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവന്റെ ഒഫീഷ്യൽ വസതിയിൽ, അതായത് ഒഫീഷ്യൽ അവരുടെ ഓഫീസാണല്ലോ രാജ്ഭവൻ, അവിടെ വെക്കേണ്ട എന്ത് കാര്യമുള്ളത്? ഈ ഈ ഒരു ചിത്രം RSS ഉപയോഗിക്കുന്ന ചിത്രമല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കയ്യിൽ ഇന്ത്യയുടെ കൊടിയില്ല. എന്തായാലും നമ്മൾ മാതൃഭൂമി, നമ്മുടെ പെറ്റമ്മ പോറ്റമ്മ എന്നൊക്കെ പറയുന്ന നമ്മുടെ രാജ്യത്തെ കുറിച്ച് അങ്ങനെയാണ് വർണ്ണിക്കുക. കവികൾ വർണ്ണിച്ച കാര്യം അങ്ങ് പറഞ്ഞു. അല്ല, ഇതിലെന്താണെന്നറിയാമോ ദീപ്, ഒരു കാര്യം, ഈ സങ്കല്പം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും, ഭാരത മാതാവ് അല്ലെങ്കിൽ ഭാരതാംബ എന്നൊക്കെയുള്ള സങ്കല്പം ഉണ്ടായിരുന്നെങ്കിലും ഇതൊരു ചിത്രരൂപത്തിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നത് 1905 അഭിനീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു പെയിൻറ്റിങ്ങാണ് ആദ്യമായി ഭാരത് മാതാവിനെ എങ്ങനെയാകുന്നത്. എനിക്ക് തോന്നുന്ന ദൃശ്യങ്ങളിൽ ആ പെയിൻറ്റിങ് നമുക്കുണ്ടെങ്കിലൊന്ന് അത് കൊടുക്കാവുന്നതാണ്. PCR അരുൺ, ആ ദൃശ്യം ഇതാണ് ഭാരത മാതാവിനെ അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ചത്. ആ ചിത്രങ്ങളിൽ കാണാം, നമുക്കതൊരു ബംഗാളിലെ ഒരു ചിത്രകാരൻ്റെ സങ്കല്പം വ്യക്തമാണ്. കാരണം ആ ഡ്രസ്സ് ബംഗാളിൽ സ്ത്രീകൾ സാരി ധരിക്കുന്ന രീതിയാണ്. അപ്പോൾ കൈകളിൽ നമുക്ക് നോക്കാം 4 കൈകൾ. അത് നമ്മുടെ ഭാരതത്തിലെ പല ഇത്തരം സങ്കല്പങ്ങളിലും 4 കൈകൾ നമുക്ക് കാണാൻ കഴിയും. അത് സർവശക്ത എന്നുള്ള അർത്ഥത്തിൽ കൂടിയായിരിക്കണം വരച്ചിട്ടുണ്ടാകുക. അതാണ് ഒരു ചിത്രം. പിന്നെ ഞാൻ ഈ ഒരു ചിത്രത്തെ പറ്റി കാണുന്നത്, അതിൻ്റെ കോപ്പി എൻ്റെ വിജയ എന്നൊരു പുസ്തകത്തിൽ നമ്മുടെ തമിഴ് കവി ആണ് ഇത്, ഭാരതിയാർ ആണിത് ഉപയോഗിക്കുന്നത്. വിജയ എന്നൊരു ചിത്രം, ആ ദൃശ്യവും ഞാൻ അവിടെ എടുത്തു വച്ചിരുന്നു. അത് ഉണ്ടെങ്കിൽ അതും കൂടി കാണിക്കാവുന്നതാണ്. അപ്പോൾ അത് വിജയ, അതിൽ ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ചേർത്ത് പിടിക്കുന്നത് പോലെ ഭാരതം. അപ്പോൾ ഇത് പല തരത്തിലുള്ള സങ്കല്പങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഈ സങ്കല്പം ദീപു എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേറ്റ് ടെക്നോമെട്രിക് സർവേ നമ്മുടെ രാജ്യത്ത് നടന്നു. 1802 ബ്രിട്ടീഷ് ഇൻഫൻട്രി ഓഫീസറായ വില്യം ലാംബർട്ടൺ ഇങ്ങനെയൊരു സർവേ നടത്തുകയും ഇതിൻ്റെ ഒരു ചിത്രരൂപം പുറത്തു വരികയും ചെയ്തു. അതാണ് പിന്നീട് നമ്മളിപ്പോൾ ഈ കാണുന്ന ആ ഒരു ചിത്രമായി വരികയും അതിൽ ഈ കാവി വൈജയന്തി എന്ന RSSകാർ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നേരത്തെയൊക്കെ ഉപയോഗിച്ചിരുന്ന ഇതുകൂടി ഉൾപ്പെടുത്തിയുള്ളൊരു മാനിഫെസ്റ്റേഷൻ അങ്ങനെ വന്നു. അങ്ങനെ ഇത് പല തരത്തിലുണ്ട്. അപ്പം ഇത് ഒരു തരത്തിലാണെന്ന് പറയാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇപ്പൊ മനു നേരത്തെ പറഞ്ഞു 4 കൈകൾ എന്ന് കാണിച്ചു. 4 കൈകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മ മേഖലയെ കുറിച്ചായിരിക്കും ആ 4 കൈകൾ കവിയോ അല്ലെങ്കിൽ ചിത്രകാരൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. അല്ലാതെ 4 കൈകളില്ലല്ലോ. നമ്മൾ ഒരു വ്യക്തി ചെയ്യുന്ന പലതരം റോൾസ് ഉണ്ടല്ലോ ലൈഫിൽ, അതായിരിക്കും ആ 4 കൈകളിൽ കൂടെ കാണുന്നത്. അതായത് പ്രാർത്ഥന, അത് ഒരിടത്ത് പുല്ലാണ്, അത് അവരുടെ ജോലിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് പഠനം ആണ്, ആ എഴുത്തോലകളൊക്കെ ഇരിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് സങ്കല്പിക്കാമല്ലോ ഇതിന് എന്താണെന്നുള്ളത്. എനിവേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു ഭരണഘടന ഇവിടെ നിലവിൽ വന്നല്ലോ. ആ നിലവിൽ വന്നതനുസരിച്ച് നമ്മൾ ഇപ്പം തന്നെ നേരത്തെ SMB സ്കൂളിൽ നിങ്ങളുടെ ഈ ഇത് പിടിച്ചു മനു വായിച്ചു, ഒരാൾ പറഞ്ഞു അവിടെ ഫ്ലാഗ് ആണ് ഉള്ളതെന്ന്. ഫ്ലാഗ് ഇല്ലല്ലോ ഇതില്. അപ്പൊ എങ്ങനെയാണ് അത് വെക്കാൻ കഴിയുക? എനിക്ക് തോന്നുന്നത് ഈ രാജ്ഭവനിൽ ഈ പറയുന്ന നമ്മുടെ ഗവർണർ മനഃപൂർവ്വം അവിടെ ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്നതോ അദ്ദേഹത്തിന്റെ അവിടെ ഓഫീസിൽ നോമിനേറ്റ് ചെയ്തപ്പെട്ട് വന്നിട്ടുള്ള RSSകാരുണ്ട്, അവർ നടത്തിയതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളതെന്നാണ്. കാരണം
ഈ ഗവർണർ ഔട്ട് ഒരു RSS കാരനാണെങ്കിലും അയാൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തതയുണ്ടെന്നാണ് നാളിതുവരെ നമുക്കിപ്പോ മനസ്സിലായിട്ടില്ല. ഇതുവരെ നാളെ എന്താണ് അയാൾ ചെയ്യാൻ പോണെന്ന് എനിക്കറിയില്ല. ഇതുവരെ ഉള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ വരുന്നൊരു കാര്യത്തില് ഇന്ത്യയിലെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഡൈവേഴ്സിറ്റിയെ മനസ്സറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിന് വെള്ളം ചേർക്കുന്ന പരിപാടികൾ ആര് ചെയ്തു കഴിഞ്ഞാലും അത് ഇതിനകത്ത് വരികയാണ്. ഇത് ഭാരതാംബയാണ്, ഇത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഒക്കെ അമ്മയും ഒക്കെ തന്നെ എല്ലാവർക്കും അമ്മയെ ഇഷ്ടമാണ്. നമ്മുടെ മാതൃഭൂമിയാണ്, നമ്മുടെ ഭൂമിയെ അമ്മയായിട്ടാണ് കരുതുന്നത്. പക്ഷെ നമ്മുടെ കൊടി എവിടെ? കൊടി അവിടെ വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ ചേർക്കുകയാണ്, കുത്തിക്കയറ്റുകയാണ്. ആ കുത്തിക്കയറ്റുന്നത് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യക്കാർ പറയുക. ആ കുത്തിക്കയറ്റണ്ട, ആ കുത്തിക്കയറ്റൽ ഇല്ലാതാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അമ്മ തന്നെയാ, ഭാരതാംബ, ഭാരത് മാതാ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതൊക്കെ അങ്ങനെയിട്ടെ, കവികൾ അങ്ങനെ പറയട്ടെ, നമ്മൾ തന്നെ അങ്ങനെ പറയട്ടെ, പണ്ട് തൊട്ട് പറയുന്ന കാര്യം. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ കൃത്യമായ ഭരണഘടന അനുശാസിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ് വേണ്ടത്. അല്ലാതെ ഈ നുഴഞ്ഞുകയറ്റത്തെ എതിർക്കുക തന്നെ ചെയ്യും. അതാണ് മന്ത്രി എതിർത്തത്. അത് കൃത്യമായ കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്ക്സ് മാം. ഏതായാലും എനിക്കൊരു ഇടവേള അനിവാര്യമാണ്. ഷോർട്ട് ബ്രേക്ക്, പെട്ടെന്ന് മടങ്ങി വരാം. യെസ്, സന്തോഷ് വെള്ളരിക്കൊണ്ടുകൂടി എന്നോടൊപ്പം ചേരുന്നു. സന്തോഷ്, നമ്മുടെ സമയം അതിക്രമിക്കാറായി. ഒരു ചെറിയ വാക്കുകളിൽ എന്താണ് താങ്കളുടെ പ്രതികരണം? നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് ഭാരതാംബിയെ കാത്തുപിടിക്കുന്നതിനോട് താല്പര്യമില്ല. കാരണം അത് രാഷ്ട്രീയപരമായിട്ട് താല്പര്യമില്ല. മാതാപിതാ, ഗുരു, ദൈവം, എല്ലാവർക്കും അമ്മമാരുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണെന്നാണ് എൻ്റെ വിശ്വാസം. ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക്. പിന്നെ കൂടുതൽ സംസാരിക്കാൻ ഇതിനെപ്പറ്റി ഇരുന്ന് സംസാരിക്കും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എനിക്ക് ഒരു ചെറിയ ഇടവേള കൂടി അനിവാര്യമായി വരികയാണ്. യെസ്, ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, ഏതായാലും ദീപുവിൻ്റെ പ്രതികരണത്തോട് നിരവധി പേർ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. ഷാജി ഭാസ്കരൻ, ഷിജു, അങ്ങനെ തുടങ്ങി നിരവധി പേർ ദീപുവിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഏതായാലും സന്തോഷം. നമുക്ക് ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഇത് ഒരു വിവാദമാക്കണോ ഭാരതാംബയുടെ ചിത്രം എന്ന ചോദ്യത്തിന് അത് ആക്കണമെന്ന് 55% ആളുകൾ പറയുന്നു. 45% ആളുകൾ അത് അനാവശ്യ വിവാദമാണ് എന്ന നിലപാടും സ്വീകരിക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.